ബിഗ് ബോസ് സീസൺ 7. പൊട്ടാണ് പൊട്ടാണ് എൻ മനം പൊട്ടാണ്, ചുള്ളമരത്തിൻ്റെ കായ പോലെ. എന്തടി നാത്തൂനെ കണ്ടിട്ട് മിണ്ടാത്തേ, കാലക്കിടങ്ങാനും ഉണ്ടായോ? റിൻസി മസ്താനിയും കൂടി തകർത്ത് പൊരിച്ചെടുക്കുന്നു. ബിഗ് ബോസ് ഹൗസ് ആകെ അളിച്ചു പൊടിക്കുന്നു. തകിടം മറയുന്നു, ആകെ അടിപൊടി പടലം. സുഹൃത്തുക്കളെ, വേറൊന്നുമില്ല കേട്ടോ, ബിഗ് ബോസ് ഹൗസ് അടിച്ചു പൊളിക്കുകയാണ്, തകർക്കാണ്. ബിൻസി മസ്താനി, അപ്പാനി ബിൻസി, പിന്നെ അതിൻ്റെ അണിയറയിൽ ശൈത്യ അനുമോളും. അതിൻ്റെ ഇപ്പുറത്ത് ഗ്യാപ്പ് നോക്കിയെന്ന് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കൂട്ടരാണ് ആദില നൂറ. അവരതിൻ്റെ കൂട്ടത്തിൽ ഈ എന്താ പറയുക, കുട്ടപ്പാമ്പിന് പത്തി വെച്ച അവസ്ഥയാണത്. മനസ്സിലായില്ലല്ലേ? കുട്ടയ്ക്കും വിഷമുണ്ടോയെന്ന് എനിക്കിപ്പോൾ, കുട്ടപ്പാമ്പിനും വിഷമുണ്ടോയെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അതിലെന്താണ്? അയ്യേ, അനുവിനെ എല്ലാവരും വളർന്നിട്ട് ആക്രമിക്കില്ലേ നോക്കി. പക്ഷെ ആ കാര്യത്തിൽ ഞാൻ അനുവിൻ്റെ ഒപ്പം കുറച്ച് നിൽക്കും. കാരണം അനു കംപ്ലീറ്റ് എല്ലാവരും കൂടി ഒറ്റപ്പെടുന്നത് ശരിയല്ല, പക്ഷേ കുറച്ചൊക്കെ അനു പറഞ്ഞാൽ ശരിയുണ്ട്. പക്ഷേ ഈ ആദിലെ നൂറ് ശൈത്യമൊക്കെ, അതായത് കട്ടപ്പ 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 പിന്നിൽ നിന്ന് കുത്തി. ഈ കട്ടപ്പ ശരിയല്ല കേട്ടോ. എൻ്റെ ദൈവമേ, ആകെ തകിടം മറയാണ്. ഇനി ഇതേ ഒനിയിലും ലക്ഷ്മിയും എല്ലാവരും എത്തിയിട്ടുണ്ടെന്ന്. ഇനി നാളെ നേരം വെളുക്കുമ്പോഴേക്ക് എന്തായിരിക്കും അവസ്ഥ? അതിനിടയ്ക്ക് പാവം നമ്മുടെ നിശ്ചരൻ അനുമോളോട് ക്ഷമ പറയുന്നുണ്ട്. അതെന്തായാലും നാളെ അതിൻ്റെ എപ്പിസോഡ് വരും. എന്തൊക്കെ നടക്കണം അല്ലേ ബിഗ് ബോസ്? വളരെ ഇൻട്രസ്റ്റിങ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസത്തെ അരമണിക്കൂർ എപ്പിസോഡ് കണ്ടാൽ പോരാ, ശരിക്കും ലൈവ് 24/7 കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ തോന്നും. കാരണം രാത്രിയില്ല പകലില്ല, എപ്പോഴും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമാണ്. എന്തൊരു പേട്ട പഠിക്കണ ചങ്ങാതി, എന്തൊരു കലക്കലക്കണേ. ഞാൻ പറഞ്ഞില്ലേ ബിഗ് ബോസ് ഹൗസ് പൊട്ടിത്തെറിക്കണമെന്ന്. പൊട്ടാണ് പൊട്ടാണ് എൻ മനം പൊട്ടാണ്, ചുള്ളമരത്തിൻ്റെ കായ പോലെ. ബിഗ് ബോസ് ഹൗസ് തിളച്ച് മറഞ്ഞ് പൊട്ടാണ്, ആകെങ്ങാനും എന്തുണ്ടാവോ? എന്തായാലും നമുക്ക് ഉടൻ തന്നെ അടുത്ത എന്താണ് വരണേന്ന് നമുക്ക് കാണാം.